അമ്പലപ്പുഴയിലെ എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെ സ്പർശിച്ച അല്ലെങ്കിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒത്തിരി നല്ല സുഹൃത്തുക്കൾ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എൻ്റെ ഗുരുനാഥന്മാരെ പോലുള്ളവരുണ്ട്. എനിക്ക് ഉപദേശങ്ങൾ തന്ന എൻ്റെ ഉറ്റ സുഹൃത്തുക്കളിൽ പലരും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു മുരളി, സുരേഷ്, സോമൻ, അവിടുത്തെ തിയേറ്ററുകൾ 3 തിയേറ്ററുകൾ ഉണ്ടായിരുന്ന ഒരു തങ്കപ്പൻ നായരേട്ടൻ്റെ മകൻ കുട്ടൻ, അമ്പലപ്പുഴയിലെ ഇന്നും എനിക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശമൊക്കെ തരുന്ന അമ്പലപ്പുഴയിലെ ഒരു ഞങ്ങളുടെയൊക്കെ സുഹൃത്തായ രാധാകൃഷ്ണൻ ചേട്ടൻ, ഇങ്ങനെയുള്ളൊരു വലിയ ഒരു സുഹൃത്ത് നിര തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അന്നത്തെ പാർട്ടിയുടെ ഒരു നേതാവായിരുന്ന പ്രഭാകരൻ, കാരിക്കൽ പ്രഭാകരൻ, അത്തരം വ്യക്തിത്വങ്ങളൊക്കെ എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒത്തിരി വ്യക്തിത്വങ്ങൾ. ഓരോരുത്തർക്കും ഓരോ നന്മയും ഓരോ സ്വഭാവവിശേഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളുണ്ടായിരുന്നു. അങ്ങനെ ആ ജീവിതമാണ്, ആ കാലഘട്ടമായിരുന്നു എന്നെ സംബന്ധിച്ച് അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ അമ്പലപ്പുഴയിൽ തന്നെ ജോലി, നാടകവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് നടന്ന ഒരു കാലഘട്ടം. അന്ന് രസകരമായൊരു സംഭവം, അതും എൻ്റെ സിനിമയുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണേൽ സാധിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു സുഹൃത്ത് MBBS പാസ്സായിട്ട് ഇറങ്ങിയ സമയത്ത് ജോലി കിട്ടിയില്ല. പുള്ളിക്കാരനെ വേറെ ഉപരിപഠനത്തിനൊന്നും പോയില്ലായിരുന്നുവെന്ന് ഒരു ക്ലിനിക്ക് ഇട്ട് അവിടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ജയൻ എന്നായിരുന്നു ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ഡോക്ടറുടെ പേര്. അങ്ങനെ ഞങ്ങളൊരു ഹോസ്പിറ്റൽ, അവിടെ അർച്ചന ഹോസ്പിറ്റലുണ്ടായി. ഈ ജയൻ ജോലി കിട്ടി വേറെ പോയ സമയത്ത് ഈ ഹോസ്പിറ്റൽ റൺ ചെയ്യുക, അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിൻ്റെ ഓണർഷിപ്പ് നമ്മുടെ ഇതിലോട്ട് വരുന്ന ഒരവസ്ഥയിലായിരുന്നു. കൊച്ചു ക്ലിനിക്ക്. അവിടെ ഒരു രസകരമായ കഥയുണ്ട്. ആ ക്ലിനിക്ക് ഇങ്ങനെ ലാഭമൊന്നും വലുതായിട്ടില്ലെങ്കിലും ഇങ്ങനെ റൺ ചെയ്തിരുന്നു. കടപ്പുറത്ത് അമ്പലപ്പുഴ എന്ന് പറയുന്ന അവിടെ ബീച്ചിലുള്ള പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ വളരെ സഹായമായിരുന്നു. അത്യാവശ്യം എന്തെങ്കിലും അവിടെ ഏതെങ്കിലും ഡോക്ടേഴ്സ്, ജയൻ്റെ കെയർ ഓഫിൽ ജയൻ ഏതെങ്കിലും ഡോക്ടർമാരെ പറഞ്ഞു വിടും. എൻ്റെ ഒരു സുഹൃത്ത് മുരളിയുണ്ട്, അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്ത സമയത്താണ് ഒരു ദിവസം അവിടുത്തെ ഈ അമ്പലപ്പുഴയിലെ SI എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ഞാനിങ്ങനെ ഇലക്ട്രിസിറ്റി ഓഫീസിലിരിക്കുക, പറഞ്ഞു, വിനയൻ, ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ട്. എന്താണ്? ആ ഹോസ്പിറ്റലിരിക്കുന്ന ഡോക്ടർ, ഇപ്പം നിങ്ങളുടെ ഹോസ്പിറ്റലിരിക്കുന്ന ഡോക്ടർ വ്യാജനാണ്. അയാൾക്ക് ഡിഗ്രി ഇല്ല. പക്ഷേ അന്ന് ആ ഡോക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല, അത് വളരെ എല്ലാവർക്കും അറിയാവുന്ന, നമ്മുടെ പേരിൽ അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. വളരെ പ്രശസ്തനായിരുന്നു ആ ഡോക്ടർ. ഭയങ്കര കൈപ്പുണ്യമാണ് ഈ ഡോക്ടർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആൾക്കാർ പുള്ളിയെ കാണാൻ വരും. ഭയങ്കര പേരായിരുന്നു, ഭയങ്കര ചികിത്സയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ എന്നാണ് പറയുന്നത്. ആ ഡോക്ടർക്ക് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലായിരുന്നു. ഇദ്ദേഹം വേറൊരു ഹോസ്പിറ്റലിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. വേറൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ടിരിക്കുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്നാണ് എൻ്റെ ഈ സുഹൃത്ത് പോയി കണ്ട് ഈ ഡോക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ ആ നടത്തിക്കൊണ്ട് പോകുന്ന ക്ലിനിക്ക് ഏതെങ്കിലും ഡോക്ടർമാർ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. അത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നൊരു സാഹചര്യത്തിലാണ് ഈ ഡോക്ടർ വന്നപ്പോൾ അത് ഭയങ്കര ഫ്ലറിഷിങ് ആയൊരവസ്ഥയായി. അപ്പോൾ ഈ സബ് ഇൻസ്പെക്ടർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു കേസുണ്ട്, ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്, ഇയാൾ പിന്നെ വ്യാജ ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു, അതിപ്പോൾ വ്യാജ ഡോക്ടറാണെങ്കിൽ പിന്നെ ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ അയാളുമായിട്ട് ഭയങ്കര അടുത്തൊരു സുഹൃത്ത് ബന്ധമൊക്കെ ആയി. അയാൾ ആ നാട്ടിലെ എവിടുത്തെ വലിയ ഏത് ഫംഗ്ഷനിൽ ഡോക്ടർ പോകുന്ന ഒരവസ്ഥയായി. പക്ഷേ ഡോക്ടറെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഈ സബ് ഇൻസ്പെക്ടർക്ക് സാധിച്ചില്ല. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോൾ ഡോക്ടറില്ല, ഡോക്ടറോട് നിന്ന് മുങ്ങി. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇദ്ദേഹം വ്യാജ ഡോക്ടറാണ്. പിന്നെ വേറൊരു ഡോക്ടറെ വെച്ചിട്ട് ഞങ്ങൾ ആ ക്ലിനിക്ക് റൺ ചെയ്തത് വേറെ കാര്യം. ഈ ഡോക്ടറുടെ ഒരു ജനങ്ങളെല്ലാം കൂടി എൻ്റെ നേരെയും എൻ്റെ സുഹൃത്തുക്കളുടെ നേരെയും ശത്രുതയായി. കാരണം ഞങ്ങളൊരു നല്ല ഡോക്ടറെ പറഞ്ഞു വിട്ടു. അവർക്കൊക്കെ വളരെ താല്പര്യമുള്ള ഡോക്ടറെ ഞങ്ങൾ പറഞ്ഞു വിട്ടുന്നതായി. ഈ ഡോക്ടർ വ്യാജനാന്ന് SIയെ കൊണ്ട് പിന്നെ പറയിക്കേണ്ടി വന്നു. അതാണ് ഞാൻ പിൽക്കാലത്ത് മിസ്റ്റർ ക്ലീൻ എന്നുള്ള സിനിമ എടുത്തതിൻ്റെ കഥ. അത് തന്നെയാണ് എൻ്റെ കഥ. മുകേഷായിരുന്നു ആ ഡോക്ടറായിട്ട് അതിനകത്ത് അഭിനയിച്ചു. മുകേഷും ദേവയാനിയും ശ്രീനിവാസനും ആനിയും ഒക്കെ ചെയ്ത ഒരു സിനിമയാണ് മിസ്റ്റർ ക്ലീൻ. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള അനുഭവം. കാരണം വ്യാജനായ ഈ മനുഷ്യൻ്റെ വാചകങ്ങളൊക്കെ കേട്ടിട്ടല്ലേ, ഇങ്ങേരുടെ ചികിത്സയാണ് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമെന്നും പറഞ്ഞൊരു വലിയ ജനക്കൂട്ടം നിൽക്കുക, അല്ലെ പാവപ്പെട്ടവർ നിൽക്കുക, ഇയാളെ ആരാധിക്കുക. അവസാനം ഇയാൾ വ്യാജനാന്ന് പറഞ്ഞിട്ട് ഇയാളെ മാറ്റിയ ഹോസ്പിറ്റലിൻ്റെ നടത്തിപ്പുകാരോട് ദേഷ്യപ്പെടുക. അങ്ങനെ ഞങ്ങളൊരു കുറച്ച് നാളൊരു ഹോസ്പിറ്റൽ റൺ ചെയ്തു അവിടെ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒത്തിരി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഒരു ബസ് റൂട്ട് ഉണ്ടായിരുന്നു. റൂട്ട് ബസ്സും ഒരു ടൂറിസ്റ്റ് ബസ്സും ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര നഷ്ടത്തിലാണ് കലാശിച്ചത്. അതൊന്നും യാതൊരുവിധ
സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഒത്തിരി ലോസ് ഉണ്ടാക്കി. അങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ ഈ എന്താ പറയുക ഈ നാടകസമിതി ഒക്കെ റൺ ചെയ്യാനായിട്ട് അത് നാടകസമിതി നല്ലപോലെ പൈസ എല്ലാ വർഷവും കളയുമായിരുന്നു നാടകസമിതിക്ക്. അതിനുള്ള ഒരു കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് നമുക്ക് പൈസ ശമ്പളമൊന്നും കൊണ്ടത് മതിയാകത്തില്ലല്ലോ. പക്ഷേ അങ്ങനെ ഞങ്ങൾ കുറേ ബിസിനസ്സൊക്കെ ചെയ്തു. പല ബിസിനസ്സുകളും ലോസായിട്ടാണ് പോകുന്നത്. അങ്ങനെ ആണ് ആ കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വിവാഹത്തിലോട്ട് എൻ്റെ പെങ്ങളെ പറയും നാടകമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്, വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിക്കുകയും അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്തുകാരിയായ എൻ്റെ ഭാര്യ നീനയെ ഞാൻ പെണ്ണ് കാണാൻ പോകുന്നതും വിവാഹം ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയി കണ്ടിഷ്ടപ്പെട്ടു. ആ പെൺകുട്ടിയെ തന്നെ ഒരു വർഷത്തിനകമാണ് മാരേജ് നടത്തി. ഞാൻ കുറേ കാലം ഈ എന്താ പറയുക ഒന്നുകൂടെ തള്ളി വെക്കാനായിട്ടൊക്കെ ശ്രമിച്ചു നോക്കി. അപ്പോൾ പക്ഷേ പെങ്ങൾ എന്നെക്കാട്ടിലും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയെപ്പോലെ 10-18 വർഷം മൂത്ത എൻ്റെ പെങ്ങളെ നിർബന്ധിച്ച് അങ്ങനെയാണ് വിവാഹം നടന്നത്. ആ കാലത്തും എൻ്റെ ഭാര്യ കൂട്ടത്തിൽ നീന എന്നെ എല്ലാവിധ സപ്പോർട്ടും ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നതിനും ഈ നാടകം കളിക്കാൻ പോകുന്നതിനുമൊക്കെ എനിക്കൊരു ഭയങ്കര പാഷനാണ്, എൻ്റെ ഒരു ഇഷ്ടമാണ്, അതിനകത്ത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എനിക്ക് ഫുൾ സപ്പോർട്ട് അതിനകത്ത് തന്നിരുന്നു. അങ്ങനെ ആ കാലത്ത് ആണ് നേരത്തെ പറഞ്ഞ പോലെ നിരന്തരമായിട്ട് ഒരു സിനിമ ഡയറക്ടറാകണം, നാടക ഡയറക്ഷനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സിനിമ ഡയറക്ടറാകണമെന്നും പറഞ്ഞ് ഒത്തിരി ഡയറക്ടർമാരെ ഈ പറയുന്ന നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടുതലൊന്നുമില്ല. പത്മരാജൻ സാറേയും പരമേശ്വരൻ സാറിനെയും ഐ വി ശശി സാറിനെയാണ് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളത്. അങ്ങനെ തരാം ഞാൻ തിരുവനന്തപുരത്ത് പത്മനാഭ സാറിനെ കാണാനെന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 പ്രാവശ്യമെങ്കിലും പോയി കാണും. അങ്ങനെയൊന്നും നടക്കത്തില്ല എന്നായ സമയത്താണ് ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള കുറേ സുഹൃത്തുക്കൾ കൂടി ഇങ്ങനെ ആലോചിച്ചു, നമുക്കൊരു പടം വിനയനെ കൊണ്ട് സംവിധാനം ചെയ്യിച്ചാൽ എങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു നാടക സംവിധാനം കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ, സിനിമയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അല്ല. പിന്നെ അപ്പം സിനിമാ സംവിധാനത്തിൻ്റെ പുസ്തകങ്ങൾ മേടിക്കുക, സിനിമാ സംവിധാനത്തെ പറ്റി ഡിസ്കസ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു സംഭവം ഭയങ്കരമായിട്ട് മനസ്സിൽ കിടപ്പുണ്ട് എന്നുള്ളതല്ലാതെ ചെയ്തിട്ടില്ല. പക്ഷേ ഭയങ്കര ഒരു കോൺഫിഡൻസ് മനസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു കോൺഫിഡൻസ്. എനിക്കറിയില്ല അതെങ്ങനെ ആ പ്രായത്തിൽ വന്നു എന്നുള്ള കാര്യം. എനിക്ക് പരിചയമുള്ള സിനിമാക്കാരായിട്ടുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ക്യാമറാമാന്മാരാണെങ്കിലും ഒക്കെ ഉള്ളവരോട് സംസാരിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ VC ശശി എന്ന് പറയുന്ന ക്യാമറാമാൻ മദ്രാസിൽ പോകുമ്പോൾ എഡിറ്റിങ്ങിന് ഒരു നല്ല എഡിറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് പിൽക്കാലത്ത് മനസ്സിലായി, നല്ലൊരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡയറക്ടോറിയൽ സെൻസ് ഉണ്ടായിരിക്കണം. നല്ലൊരു ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡയറക്ടോറിയൽ സെൻസ് ഉണ്ടായിരിക്കണം. ഇത്തരം കലാകാരന്മാർക്കെല്ലാം പരസ്പരം ബന്ധം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ. അല്ലാതെ സിനിമ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടായ്മയാണ്, അതിൻ്റെ ക്യാപ്റ്റനെ പറയാൻ പറ്റത്തുള്ളൂ ഒരു ഡയറക്ടറെ. പക്ഷേ ഡയറക്ടറുടെയാണ് സിനിമ എന്നുള്ളത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ കൂടാണ് ഒരു സിനിമ പൂർണ്ണ രൂപത്തിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ കഥ ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ആലപ്പുഴ ഹോട്ടൽ അശോക എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ എല്ലാവരും കൂടി വൈകുന്നേരം കൂടിയിരുന്ന് ഇങ്ങനെ ചർച്ച, ഞങ്ങൾ 5-8 പേരുണ്ട് കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്താണ് ഓപ്പോസിറ്റ് ടേബിളിലിരുന്ന ഒരു മധ്യവയസ്കനായ ഒരു കക്ഷി ഞങ്ങളോട് ചെയറെടുത്തിട്ട് ഇപ്പറയിരിക്കുന്നു. ഉദയ സ്റ്റുഡിയോയിൽ ഞാൻ പോകുമ്പം കണ്ടിട്ടുണ്ടെന്ന് ഷൂട്ടിംഗ് കാണാനൊക്കെ, പക്ഷേ പരിചയപ്പെട്ടിട്ടില്ല. ഉദയ സ്റ്റുഡിയോയിലൊക്കെ ഒരു സഫാരി സൂട്ടൊക്കെ ഇട്ടിട്ട് അത് കൺട്രോൾ ചെയ്യുന്ന അവിടെ എന്തോ കമാൻഡിംഗ് പവർ ഉള്ള ഒരാളെന്നുള്ള രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന് ആ റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് പുള്ളി പിന്നെ പരിചയപ്പെട്ടപ്പോഴാണ് പിന്നെ ഞങ്ങളുടെ സുഹൃത്തായ SL പുരം ആനന്ദ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു പുള്ളി. അപ്പോൾ ഞങ്ങൾ സിനിമയെപ്പറ്റി പറയുന്ന കേട്ടോ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ആയി, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊരു സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വിനയനാണ് സിനിമ ഭയങ്കര ഒരു ക്രൈസായിട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കഥയുണ്ട്, ഞാനത് പറയാം. ഞാൻ ആ സിറ്റുവേഷൻ ഇപ്പോഴും ആലോചിക്കുകയാണ്. ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു. എല്ലാവരും ഭയങ്കര ഒരു മൂഡിൽ പുള്ളി ഈ കഥ അവതരിപ്പിക്കുകയാണ്. ഭയങ്കരമായിട്ട് അതിൻ്റെ പാട്ടൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ലിറിക്സ് പോലും പുള്ളി അന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മനോഹരമായിട്ട് ഈ കഥ പാടിയൊക്കെ അഭിനയിച്ച് സാംബശിവൻ കഥാപ്രസംഗം അവതരിപ്പിക്കുന്ന മാതിരി പുള്ളി ഞങ്ങളെല്ലാം അവതരിപ്പിക്കുകയും അങ്ങനെ ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പോൾ ഒരു സംഭവം ഉള്ളത്, പുള്ളിക്ക് ചെയ്യണോ ഈ സിനിമ, ഞാൻ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പുള്ളി പറഞ്ഞു ഈ സിനിമ ഞാൻ ചെയ്താലേ ശരിയാകത്തുള്ളൂ, ഞാൻ ചെയ്യാം. അപ്പം ഞാൻ ആലോചിച്ചു, ശരിയാണ്, ഞാൻ ഒരു സിനിമ ഈ പറയുന്ന കോൺഫിഡൻസും എനിക്ക് ചെയ്യാം. സിനിമയെപ്പറ്റി, ലെൻസിനെ പറ്റി, അല്ലെ ഫ്രെയിമിനെ പറ്റി ഒക്കെ തിയറട്ടിക്കലായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ലല്ലോ, ഈ പ്രാക്ടിക്കൽ എന്ന് പറയുന്ന വലിയ സംഭവമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഈ പടം ചെയ്യുന്നു, ഞങ്ങളെവിടെ നിന്നെങ്കിലും ഫണ്ടൊക്കെ ഉണ്ടാക്കുന്നു, അങ്ങനെ ഈ പടം ചെയ്തിട്ട് ഈ പടത്തിൻ്റെ കൂടെ നിന്ന് സിനിമ എന്താണെന്ന് കുറച്ചുകൂടി പഠിക്കുന്നു. അങ്ങനെ പഠിച്ച ശേഷം നമ്മൾ സിനിമ ചെയ്യാൻ തയ്യാറാകുകയാണ്.
അങ്ങനെ ഞങ്ങൾ ഈ സുഹൃത്തുക്കൾ വാക്ക് കൊടുക്കുന്നു. അപ്പോൾ വാക്ക് കൊടുത്ത് പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അതങ്ങനെ ഞാൻ സിനിമ ചെയ്യാനിരുന്നിട്ട് അത് ആനന്ദേട്ടനെ കൊണ്ട് ചെയ്യിച്ചാൽ എനിക്ക് എൻ്റെ സ്വപ്നം നടക്കത്തില്ലോ എന്നൊക്കെ വെച്ചിട്ട് എനിക്കൊരു ടെൻഷനായി. അങ്ങനെ ഞാൻ 2 ദിവസം ഈ കൂട്ടുകൾ പോകാനോ അല്ലെങ്കിൽ പുള്ളി ഇദ്ദേഹത്തെ വിളിക്കാനോ നിന്നില്ല. 3-ാം ദിവസം പുള്ളി എന്നെ അന്വേഷിച്ച് വരികയും പുള്ളി പറഞ്ഞു ഇങ്ങനെ ഞാനെല്ലാം ശരിയാക്കി, എവരിതിങ് ഈസ് റെഡിയാണത്, നവോദയ അപ്പച്ചൻ സാറായിരിക്കും നമുക്ക് പൂജയ്ക്ക് വരിക, ഇതിനകത്ത് സുരേഷ് ഗോപിയുണ്ട്, MG സോമനുണ്ട്, നായകനായിട്ടൊരു പുതിയ പയ്യനെ ഇടാം, ശോഭനയുണ്ട്, ലിസിയുണ്ട്, ഇവരൊക്കെ പുള്ളി കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ പിന്നെ നമ്മൾ മാറിയില്ല, ഞങ്ങൾ അതിനകത്ത് വാക്ക് കൊടുക്കുന്നു. അതാണ് അന്ന് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആലിലക്കുരുവികൾ എന്ന് പറയുന്ന ചിത്രം. ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒത്തിരി പൈസയെ കടം മേടിച്ച് അന്നത്തെ കാലത്ത് 7 ലക്ഷം രൂപയോ എങ്ങാണ്ടായി ആ പടം പൂർത്തീകരിക്കാനായിട്ട്. 89-ലാണ് ആലിലക്കുരുവികൾ എന്ന് പറയുന്ന ചിത്രം. ഞങ്ങൾ മൂന്നാറിലായിരുന്നു ഷൂട്ടിങ്. ചിത്രം പൂർത്തീകരിച്ചു. ഏഞ്ചൽ ഫിലിംസ് ആയിരുന്നു അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഞങ്ങൾ റിലീസ് ചെയ്തു. പക്ഷേ അത് ബോക്സ് ഓഫീസിലൊരു ലോസ് ആയിരുന്നു, ഫ്ലോപ്പായിരുന്നു ആ പടം. ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ അപ്പം എൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡിൽ എൻ്റെ ഓഫീസിലൊക്കെ ഇരിക്കുന്നവർ പറയും എല്ലാ മാസവും ശമ്പളം കിട്ടി കഴിയുമ്പം പതുക്കെ മുങ്ങുന്ന ആളാണല്ലോ ഞാൻ. അപ്പോൾ ഈ കക്ഷി ഇവർ പറയും അവിടെ രജനീകാന്ത് ആകാൻ ഒരു കക്ഷി പോയിട്ട് വന്നിട്ടില്ലെന്നൊക്കെ ഓഫീസിൽ ചോദിക്കും. അങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ തമാശമായിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ചോദിക്കും. ആ സമയത്താണ് ഞങ്ങൾ അവരിൽ നിന്നുമൊക്കെ കൂടെ പൈസ മേടിച്ച് കടം മേടിച്ചൊക്കെ പൈസ ഉണ്ടാക്കി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛൻ സൊസൈറ്റി പ്രസിഡൻ്റായിരുന്നു. ഒത്തിരി പേർക്ക് ജാമ്യം നിന്ന് ഈ വസ്തുക്കൾ ചിലതൊക്കെ ജപ്തിയിലൊക്കെ ആയി. അതിൻ്റെയൊക്കെ ചില ബാലൻസ് പൈസയൊക്കെ കൂടെ കിട്ടി. അങ്ങനെ ആയിരുന്നു ഞങ്ങളിതിൻ്റെ ഫണ്ട് ഉണ്ടാക്കി. പിന്നെ ഗൾഫിലുള്ള 1-2 സുഹൃത്തുക്കൾ ഞങ്ങളെ സഹായിച്ചു. ഒരു പൈസയും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഏഞ്ചൽ ഫിലിംസ് ജോർജിയേട്ടന് കടക്കാരനുമായി. ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷന് കൊടുത്ത ജോർജിയേട്ടൻ വിളിക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് പൈസ മുഴുവൻ വന്നില്ലല്ലോ, നമ്മളീ പൈസ ഓടിയിട്ട് തിയേറ്ററിൽ നിന്ന് എപ്പോഴാണ് പൈസ എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ജോർജിയേട്ടൻ വിളിക്കുന്നത്, പൈസ പുള്ളിക്ക് കൊടുക്കണം പൈസ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വളരെ രസകരമായി. ആഫീസിൽ വരാൻ മേലെ ആഫീസിൽ കടം മേടിച്ച് ചോദിക്കുന്നു, വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ കളിയാക്കുന്നത്. അങ്ങനെ വളരെ എന്താ പറയുക, ഇന്നത് ഓർക്കുമ്പം വളരെ തമാശ തോന്നുകയും ഭയങ്കര ആ ഒരു എന്തൂസിയാസം ഭയങ്കരമായിരുന്നു. അതൊക്കെ മാറും, നമുക്ക് അതൊക്കെ തിരിച്ചു വരാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് 2-3 വർഷം കൊണ്ട് ആ പൈസയൊക്കെ 2 വർഷം കൊണ്ട് ആ പൈസയൊക്കെ മടക്കി കൊടുത്തു. അന്നും നാടകസമിതി ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ നാടകസമിതിയിൽ അന്ന് എനിക്ക് തോന്നുന്നത് ആ നാടകത്തിൻ്റെ പേര് ഇന്ദ്രജാലം എന്ന് പറയുന്ന നാടകമായിരുന്നു. ഇന്ദ്രജാലം എന്ന് പറയുന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ ഞാനിങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് അഭിനയമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് അഭിനയിക്കാനായിട്ടൊരു ചെറുപ്പക്കാരൻ വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ അഭിനയിക്കാൻ വന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പിന്നെ ഇന്ന ആൾ വരുന്നുണ്ട് വിനയനെ കാണാനായിട്ട് എന്നും പറഞ്ഞ്. പിന്നെ കുട്ടനാട്ടുകാരനാണ്, ചേർത്തലയിൽ നിന്നാണ് പുള്ളി. ചേർത്തല പുള്ളി താമസം, ചേർത്തലയിൽ നിന്ന് വരികയാണ്. കുട്ടനാട്ടുകാരനൊരു ശശികുമാർ എന്നാണ് പുള്ളിയുടെ പേര് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനന്ന് കൈതവനെ ഒരു വാടക വീട്ടിലാണെന്ന് താമസം. കല്യാണം കഴിച്ചിട്ടുണ്ട്, കല്യാണം കഴിച്ച സമയമാണ്. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ SD കോളേജിലെ പെൺപിള്ളേർ ഒരു കൂട്ടമായിട്ട് ഒരു മനുഷ്യനെ എഴുന്നള്ളിച്ചുകൊണ്ട് ബഹളമൊക്കെ വെച്ചിട്ട് കൊണ്ടുവരികയാണ്. കാറിങ്ങനെ വരുന്നു, ഇവർ പുറകെ ഓടുന്നു. നോക്കുമ്പോൾ അതിനകത്തുനിന്ന് കാറ് നമ്മുടെ വീടിൻ്റെ വാതൊക്കെ നിൽക്കുന്നു. തോളൊക്കെ ചെരിച്ച് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് മോഹൻലാൽ അതിനകത്ത് നിന്ന് ഇറങ്ങുകയാണ്. നമ്മളൊരു നിമിഷം മോഹൻലാലോ നോക്കുമ്പോഴാണ് ഈ പെൺപിള്ളേരെല്ലാം കൂടി ഇവരിങ്ങനെ കൈയൊക്കെ ഇയാൾ കാട്ടി ഒരു സൂട്ട് കേസും ഉണ്ട്. അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് അടുത്ത് വന്നപ്പോൾ പറഞ്ഞു മോഹൻലാലല്ല, മോഹൻലാൽ മാതിരി ഇരിക്കുന്ന ഒരാൾ. ഈ പെൺപിള്ളേർക്കും കാര്യം മനസ്സിലായി. പിള്ളേർ കൂവലും വെള്ളമായിട്ടൊക്കെ തിരിച്ചു പോയി. ഇയാൾ വന്ന് തൊഴുതു ഒക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ശശികുമാർ എന്നാണ് എൻ്റെ പേര്.
ഞാനിങ്ങനെ സാറിൻ്റെ നാടകത്തിൽ അഭിനയിക്കാൻ വന്നതാണ്, ഇന്നയാൾ പറഞ്ഞു വിട്ടിട്ട്. ഇയാളെ കണ്ടപ്പം ഭയങ്കര രസകരമായ ഒരു ലുക്കായിരുന്നു ഇയാൾക്ക്. ലോങ്ങിൽ കണ്ടാൽ മോഹൻലാലിനെ കണ്ട മാത്രമല്ല, മോഹൻലാൽ നടക്കുന്നതിനൊക്കെയുള്ള തോളൊക്കെ ചരിച്ച്, പിന്നെ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു മോഹൻലാലിൻ്റെ നാളാണെൻ്റെ, മോഹൻലാൽ കഴിക്കുന്നതിനൊക്കെ ഒത്തിരി ആഹാരം കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളൊരു ലാലിനെ പറ്റി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ലാലുണ്ട്, താനാകാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കാൻ റിഹേഴ്സൽ കൊണ്ടുപോയി ഒരു വേഷമൊക്കെ കൊടുത്തു. പുള്ളി തെറ്റില്ലാതെ ആ ഡയലോഗൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ ഒക്കെ മോഹൻലാൽ കയറി വരുന്നൊരവസ്ഥ. വളരെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഏതോ ഒരു ചിത്രം ഉദയാൽ ഷൂട്ടിങ് നടക്കുമ്പം ഷൂട്ടിങ് കാണാനായിട്ട് ശാരംഗവാണി ചേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ എനിക്കെന്നൊരു മാരുതി വാനാണ്. ആ മാരുതി വാനിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇയാളെ ഇരുത്തിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് ഈ ഉദയ സ്റ്റുഡിയോയിൽ ചെല്ലുന്ന സമയത്ത് ഉദയ സ്റ്റുഡിയോയിൽ ചെന്ന് ഇറങ്ങി ഈ ശശികുമാർ ഇറങ്ങുന്ന സമയത്ത് ഈ നാനയിലെയൊക്കെ വളരെ സീനിയറായ ചില ആൾ അയ്യോ ഇതേ ലാലു വന്നെന്നും പറഞ്ഞ് ഓടി വന്നു. ഞങ്ങൾക്ക് മൊത്തം ഭയങ്കര കോമഡിയായി. അടുത്ത് വന്നപ്പോഴാണ് ലാൽ അല്ലെന്നറിഞ്ഞത്. ലാൽ ആ സമയത്ത് എന്തോ അമ്മയുടെ ഓപ്പറേഷൻ എന്തോ അമേരിക്കയിലൊക്കെ ആയിരുന്നു. അതുപോലും മറന്നുപോയിക്കൊണ്ട് മോഹൻലാലിൽ വിളിച്ച് വരികയും അത് തമാശ, അത്തരം തമാശകൾ നിരന്തരം ഇതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ നടന്നു വരികയായിരുന്നു. ആ തമാശകളിൽ നിന്നാണ് സത്യത്തിൽ ഞാൻ നനച്ചിരിക്കാതെ ഒരു പടം സൂപ്പർ സ്റ്റാർ എന്നുള്ള പടം ഈ അദ്ദേഹത്തെ വെച്ച് എൻ്റെ ചെയ്യുകയും അത് വിവാദമാകുകയും എൻ്റെ എൻട്രി തന്നെ ഒരു വിവാദത്തിലോട്ടൊക്കെ വരാനുള്ള കാര്യം അങ്ങനെയായിരുന്നു സംഭവിച്ചത്. അപ്പം ഈ നാടകം ഭയങ്കരമായിട്ട് കളിച്ചു. എല്ലാ വർഷവും 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ ലോസ് വന്നിരുന്ന നാടക ട്രൂപ്പ് ആ വർഷം 300 നാടകം കളിച്ചു. കാരണം ഇന്ദ്രജാലത്തിൽ ഇയാളെ കാണാനായിട്ട് ഇയാൾക്ക് ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു സ്റ്റേജിൽ. അങ്ങനെ ആ നാടകം കളിച്ച സമയത്താണ് ജോർജ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് ലാവണ്യ ഫിലിംസ് ഇവിടെ എറണാകുളത്ത് എന്നോട് പറയുകയാണ്, എന്തുകൊണ്ട് വിനേട്ടാ നമുക്ക് ഇയാളെ വെച്ചിട്ടൊരു പടം ചെയ്തുകൂടാ. ഞാൻ പറഞ്ഞു അത് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മുകേഷിനെ വെച്ചിട്ടൊരു കഥയും കൊണ്ട് ആ സമയത്ത് ഈ ആലിലക്കുരുവി എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്ത പടം നമുക്ക് ലോസായി. അതിൻ്റെ ഡയറക്ടറായിട്ട് ഞങ്ങൾ വെച്ച ആനന്ദേട്ടൻ പിന്നെ ഏതോ ആറ്റിനക്കരയോ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്ത് പുള്ളി ഡയറക്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ലോസായിരുന്നു, സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തൊരു പടം സ്വന്തമായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ട് ലോസായിരുന്നാലും കുഴപ്പമില്ല എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് മുകേഷിനെ ചെയ്യാനായിട്ടൊരു കഥയൊക്കെ ശരിയാക്കി നടക്കുന്ന സമയത്താണ് ഈ പറയുന്ന അപ്പം ഞാൻ പറഞ്ഞു അത് വേണോ, ഒരു അടിപൊളി കഥ മുകേഷിനെ വെച്ച് ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതല്ല വിനേട്ടാ, ഞാൻ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗാണ്, ഇയാളെ നമുക്ക് ബിസിനസ് ആക്കാൻ പറ്റുമോ. വന്ന് മോഹൻലാലിൻ്റെ ഹിസൈൻ അസദുള്ള ഷൂട്ടിംഗ് നടക്കുന്ന സമയമാണ്, കത്തി നിൽക്കുന്ന സമയം. ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറയുന്ന ഒരു ഡയലോഗ്, വിനേട്ടൻ ഇയാളെ വെച്ചൊരു കഥ, ഒരു കോമഡി കഥ ഉണ്ടാക്കാൻ പറ്റിയാൽ നമുക്ക് നോക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ്. എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സിനിമ ചെയ്യാനായിട്ട് എന്തിനും റെഡിയായി നിൽക്കുന്ന ഒരവസ്ഥയാണെന്ന്. സിനിമയിലോട്ട് ഒന്ന് കാലുകുത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. മാത്രമല്ല ഞാനിങ്ങനെ അസിസ്റ്റൻ്റ് ആകാനൊക്കെ ഒത്തിരി നടന്നലഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു മനസ്സിലവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്, എന്തെങ്കിലും ആ രംഗത്തൊക്കെ പിടിച്ചു പറ്റും എനിക്ക് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ബന്ധുക്കളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബന്ധുക്കൾ പറഞ്ഞിരുന്നു, ഈ ആലിലക്കുരുവി എന്നുള്ള പടം പ്രൊഡ്യൂസ് ചെയ്ത് പൈസയൊക്കെ പോയി, ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനെന്നും പറഞ്ഞാണ് പെണ്ണിനെ കെട്ടിച്ചു തന്നത്, അവസാനം സിനിമ പിടിക്കാൻ പോയി കാശൊക്കെ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റെ വൈഫിൻ്റെ അച്ഛൻ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നൊരു അപ്രിയം, അവരുടെ ഒരു സ്നേഹം കുറവെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു പരിഭവം നമ്മളോടുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്നെ സംബന്ധിച്ച് എനിക്ക് അച്ഛനും അമ്മയോ ഇല്ല. എൻ്റെ സിസ്റ്റർക്കാണെങ്കിൽ ഞാൻ പറയുന്നത് എന്തും കേൾക്കുന്ന ഒരവസ്ഥ, വൈഫാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്നു. പക്ഷേ അതല്ല, അപ്പുറത്തുള്ള വേറൊരു വിഭാഗം, ഒരു ഗ്രൂപ്പ് ആൾക്കാർ ആവശ്യമില്ലാത്ത പണിക്കാണ് പോകുന്നത്. സിനിമ എപ്പോഴും ഭയങ്കര സൂക്ഷിക്കേണ്ടതാണ്, സിനിമയിലോട്ടൊന്നും പോയി അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല, 1 ലക്ഷം പേരിൽ ഒരാൾക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ തന്നെ അപ്പോഴാണ് പറയുന്നത്, ജോർജ് പറയുന്നത്, ഇങ്ങനൊരു കഥ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, വിനയൻ ഡയറക്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്ന സംഭവം. എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി. അദ്ദേഹം വന്ന് എന്തോ തമിഴ് പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. സിബിമലയിലിനെ കൊണ്ട് എന്തൊരു പടം വന്ന് പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമോ ആ ഒരു സാഹചര്യത്തിലായിരുന്നു എന്നോടിത് പറയുന്നത്. അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഞാൻ 2 ദിവസം ഇവിടെ ഉള്ളൂ എറണാകുളത്ത്, അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളി ടൂറിന് പോകും. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ത്രെഡ് ഉണ്ടാക്കാൻ നോക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ അന്ന് രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഈ പറയുന്ന മോഹൻലാലിൻ്റെ മുഖമുള്ള മദൻലാലിനെ വെച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഒരു കഥ ഉണ്ടാക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 7:30 മണിയായപ്പം
പനമ്പിളി നിന്നുള്ള ജോർജിൻ്റെ വീട്ടിലെ കോളിംഗ് ബെൽ അടിക്കുകയാണ്. ഇയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാനാണ്. എന്താ എന്നെ പുള്ളി വിനേട്ടാന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു ഒന്ന്. എന്താ വിനേട്ടാ? ഞാൻ പറഞ്ഞു, അല്ല ഞാൻ ജോർജ് കഥയായിട്ട് വന്നിരിക്കുക. അയ്യോ കഥയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഥ രാത്രിയിലുണ്ടാക്കി. അപ്പോൾ ഉറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല. രാവിലെ ഒരു 6 മണി വരെ ഇരുന്നു കഥ ഉണ്ടാക്കി. പുള്ളി വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇരിക്കെ കഥ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറയാം. ഞാൻ അന്ന് രാത്രിയിൽ തലേദിവസം രാത്രിയിൽ നിന്നുണ്ടാക്കിയൊരു കഥ ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ആഹാരം പോലും കഴിച്ചിട്ടില്ല. 6-7 മണിക്കൂർ ഇരുന്ന് ഈ പറഞ്ഞതിനെ പറ്റി മോഹൻലാലിൻ്റെ ഇയാൾ പറഞ്ഞ ചില വാക്കുകൾ വെച്ചിട്ട് മോഹൻലാലിൻ്റെ മുഖമുള്ള ഒരാൾ, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മുഖമുള്ള ഒരാളുടെ അടുത്ത് ജനിച്ച് വന്നാൽ അവിടെ ഉണ്ടാകുന്ന ചില കോമഡി, ഇപ്പം വിനേട്ടൻ ഞങ്ങളോട് പറഞ്ഞ ചില കോമഡി സിറ്റുവേഷൻസ് വെച്ചിട്ടെന്ന് അത്രയും സംഭവങ്ങളൊക്കെ ഇവരെല്ലാവരും കൂടി പറഞ്ഞിരുന്നു. ഈ ജോർജ് പുള്ളിയുടെ ഒരു ജനറൽ മാനേജറായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ 3-4 പേരുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാനൊരു കഥയുണ്ടാക്കി. ഭയങ്കര പ്രശസ്തനായ, ഭയങ്കര കാശുകാരനായ, കോടീശ്വരനായ, ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മുഖമുള്ള ഒരു ബാർബർ ഒരു ഗ്രാമത്തിലുണ്ടെന്നും, ഒരു 2 കട്ടിങ്ങും ഒരു ഷേവിങ്ങും മാത്രം കിട്ടിയ പാവമായ ഒരു ബാർബർക്ക് സൂപ്പർ സ്റ്റാറിൻ്റെ ഫോട്ടോ മുഴുവൻ വെച്ച് ആരാധിക്കുന്ന ഒരു ബാർബർ ഷോപ്പ്. പക്ഷേ അവിടെ പണിയേ ഇല്ല, വീട് പട്ടിണിയാണ്, 2-3 കുഞ്ഞുങ്ങളുണ്ട്, വളരെ ചെറുപ്പമാണെങ്കിൽ കൂടി ഭയങ്കര പ്രാരാബ്ധക്കാരൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാർബർക്ക് അയാളുടെ സുഹൃത്തുക്കളൊക്കെ കൂടി പറഞ്ഞ് ഈ സൂപ്പർ സ്റ്റാറിനും ഇയാളുമായിട്ട് കണ്ടാൽ വ്യത്യാസമേ ഇല്ല, അങ്ങനെ സൂപ്പർ സ്റ്റാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൊണ്ടുവരാൻ സൂപ്പർ സ്റ്റാറിനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ചില ഉദ്ഘാടന ചടങ്ങിലൊക്കെ പോയി ആൾമാറാട്ടം നടത്തി കാശുണ്ടാക്കുകയും അങ്ങനെ വന്ന് ആ ഞാനയ്ക്കകത്ത് വന്ന ഈ ഒപ്പിട്ട് സ്നേഹാശംസകളോടെ എന്ന് പറയുന്ന ഒപ്പ് കാണാതെ പഠിച്ച് ബാങ്കിൽ നിന്ന് ചെക്ക് ലീഫ് മേടിച്ച് ഒപ്പിട്ട് ഭയങ്കര എമൗണ്ട് അവിടെ നിന്ന് എടുക്കുന്ന ഒരവസ്ഥ വരെ പോകുന്ന, കോമഡി കൂടാണേലും സീരിയസ് ആയിട്ട് മാറുന്ന ഒരു കഥ ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ ജോർജിൻ്റെ മുഖം ആലോചിക്കുകയാണ്. ജോർജ് ഞെട്ടിയിരുന്നു. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കഥയെന്നാണ് ജോർജ് പറയുന്നത്. ജോർജിനോട് ഞാൻ പറഞ്ഞു നിങ്ങളാണ് ഈ സിനിമ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇയാളെ വെച്ച് ഞാൻ ഉണ്ടാക്കിയ കഥയാണ് ഇന്നലെ രാത്രിയിൽ. അന്നത്തെ കാലത്തൊക്കെ ഒരു 100 കഥകളായിരുന്നു മനസ്സിൽ. ചോദിച്ചാൽ വാചാലനായി എത്ര സമയം വേണേലും എടുത്തുകൊണ്ട് നിർത്താതെ സംസാരിച്ച് കഥകളുണ്ടാക്കാനും കഥയെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു മനസ്സുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിപ്പോൾ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റില്ല. കാരണം ഓരോന്നിനും ഒരു പീരീഡ് ഉണ്ടല്ലോ. അന്ന് ഒത്തിരി കഥകളുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ സിനിമയിലോട്ട് വന്നതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളുടെ കഥാ ഡിസ്കഷനൊക്കെ ഞാൻ ധാരാളമായിട്ട് പോയിരിക്കുമായിരുന്നു. കാരണം സ്പോർട്ടീവായിട്ട് ചില കാര്യങ്ങളുണ്ടാക്കാനും ഒക്കെ എന്നെക്കൊണ്ട് നല്ലപോലെ പറ്റുമായിരുന്നു. ഈ ഒരു കഥ ജോർജ് കേട്ടിട്ട് ജോർജിൻ്റെ ഭാര്യ കേട്ടുവന്ന് ജോർജിൻ്റെ റിലേറ്റീവായിട്ടുള്ള ബ്രദറിലോ ആരുണ്ടായിരുന്നു. ഇവരൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു ഇത് ഭയങ്കര കോമഡിയാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഈ സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ കുറേ സുഹൃത്തുക്കളായ ഈ ബാർബർ ഷോപ്പിൻ്റെ ചുറ്റുമുള്ള കടക്കാർ, അതായത് ഇന്നസെൻ്റ് ചെയ്തൊരു ക്യാരക്ടർ, ജഗദീഷ് ചെയ്ത ക്യാരക്ടർ, ജഗതി ചെയ്ത ക്യാരക്ടർ, ഇവരൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ട് ഇയാളെ സ്റ്റാറാണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്, ഇയാളുടെ ഭാര്യ കൽപ്പന, അതൊക്കെ വെച്ചിട്ട് ഒടുവിൽ ഈ പോലീസ് കേസ് വരുന്നത്, ഇയാൾ അറസ്റ്റിലാകുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ വെച്ചിട്ട് ഈ കഥ ഉണ്ടാക്കുകയാണ്. അത് ഷൂട്ടിങ് അപ്പോൾ ഞാൻ ആ ക്യാമറാമാൻ ആദ്യം കേട്ടപ്പോൾ ഞാൻ ആദ്യമേ എൻ്റെ മനസ്സിൽ എന്നെ ഈ മദ്രാസിലേക്ക് കൊണ്ടുപോയി സിനിമ അസിസ്റ്റൻ്റ് ആകാൻ വേണ്ടി കൊണ്ടുപോകണമെന്ന് എൻ്റെ ശശിയേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്, പുള്ളിയെ തന്നെ ഒന്ന് ക്യാമറാമാനാക്കി. അങ്ങനെ ഞങ്ങൾ കുട്ടനാട്ടിൽ വെച്ച് തന്നെ ഇതിൻ്റെ ഷൂട്ടിങ് കഥ ഉണ്ടാക്കിയ ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഷൂട്ടിങ് നമ്മൾ ചെയ്യുകയാണ്.